നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിന്റെ പേരിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഇടതുപക്ഷത്തെയും കേന്ദ്ര ഏജൻസിയായ ED ഉപയോഗിച്ച് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് LDF തൃശൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുനർനിർമ്മാണത്തിനായി ടാർ റോഡ് പൊളിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം പാതി വഴിയിൽ. സമീപത്തെ ജനജീവിതം ദുസ്സഹം. പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്ത്. മണിയൻകിണർ, ഒളകര ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾ ഇനി കൃഷിയുടെ കരുത്തിലേക്ക്. പൗരസ്ത്യ കൽതായി സുറിയാനി സഭയുടെ പ്രസിദ്ധീകരിച്ച ഹുബേദ് ആവ എന്ന സുവനീറിന്റെ പ്രകാശനവും വിതരണോദ്ഘാടനവും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി അതിരൂപത മെത്രാപ്പോലീത്ത ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയൂസ് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഇടതുപക്ഷത്തെയും ED ഉപയോഗിച്ച് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് LDF തൃശൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച് ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തൃശൂരിലും നടന്നത്. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ പരിസരത്ത് സമാപിച്ചു. LDF പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ അണിനിരന്നു. കോർപ്പറേഷൻ പരിസരത്ത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. BJP സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ്. പിണറായി വിജയന്റെ നീക്കം ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. കോൺഗ്രസ് BJP RSSന് വിടുപണി ചെയ്യുകയാണെന്ന് MM വർഗീസ് ആരോപിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, ഘടകകക്ഷി നേതാക്കളായ യൂജിൻ മൊറേലി, CN ജോയ്, മുൻ മന്ത്രിമാരായ AC മൊയ്തീൻ, പ്രൊഫസർ R ബിന്ദു, സേവർ ചിറ്റലപ്പള്ളി MLA എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം തീർക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. ഒരനിഷ്ട സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ LDF കൺവീനർ വിശദീകരിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നതിനു വേണ്ടി സംഘപരിവാറിന്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേസുകളിൽ പ്രതികളാക്കി ജയിലിലടച്ച് ദുർബലപ്പെടുത്തുക എന്ന തന്ത്രമാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങേയറ്റം മാതൃകാപരമായ വിധത്തിൽ കേരളം നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട്, അത് വികസന മേഖലയായാലും സേവന മേഖലയായാലും മറ്റേത് മേഖലയായാലും എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് ധീരമായ നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ച മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് പിണറായി പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തെ സംബന്ധിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും ഏറ്റവും സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് ED റെയ്ഡ് ചെയ്തതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി CPM തെരുവുകളിൽ അഴിഞ്ഞാടിയപ്പോൾ ഒല്ലൂരിൽ കോൺഗ്രസിന്റെ ബോർഡുകളും ബാനറുകളും കൊടികാലുകളും വ്യാപകമായി നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഒല്ലൂരിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു.
ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ്, ഫ്രാങ്കോ തൃക്കൂക്കാരൻ, മോളി ഫ്രാൻസിസ്, അൽജോ ചാണ്ടി, പോളി ജോസ്, പ്രവീൺലാൽ, സന്ദീപ് സഹദേവൻ, ബിനോയ് പടിക്കല എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്തു. പുനർനിർമ്മാണത്തിനായി ടാർ റോഡ് പൊളിച്ച് മാസങ്ങൾ കഴിഞ്ഞു. നിർമ്മാണം പാതിവഴിയിൽ. സമീപത്തെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു. പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്ത്. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുരുക്കുംപാറ ആശാരിക്കാട് ചേരുംകുഴി റോഡിലാണ് ദുരിതയാത്ര. ടാർ ചെയ്ത റോഡ് പുനർനിർമ്മാണത്തിനായി പൊളിച്ച് മാസങ്ങൾ പിന്നിട്ടു. നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ നാട്ടുകാർ കടുത്ത ദുരിതത്തിലാണ്. മെറ്റീരിയൽ വില വർധനവും ഫണ്ട് തടസ്സവും ചൂണ്ടിക്കാട്ടി കരാറുകാരൻ പണി നിർത്തിവെച്ചതോടെ ഗതാഗത യോഗ്യമായിരുന്ന റോഡ് ഇന്ന് ചെങ്കൽ പാതയായി മാറി. പുത്തൂർ പഞ്ചായത്തിലെ 3.5 കിലോമീറ്റർ ദൂരം വരുന്ന പ്രധാന ഗ്രാമീണ റോഡാണ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണി തുടങ്ങിയത്. കഴിഞ്ഞ ഡിസംബറിൽ നിലവിലുണ്ടായിരുന്ന ടാർപാളി മുഴുവൻ JCB ഉപയോഗിച്ച് ഇളക്കിമാറ്റി. തുടർന്ന് ഒരു ലെയർ മെറ്റൽ വിരിച്ചെങ്കിലും ടാറിംഗ് നടക്കാതെ പണി പാതിവഴിയിൽ നിലച്ചു. വേനൽ കനത്തതോടെ റോഡിൽ നിന്ന് ഉയരുന്ന പൊടി കാരണം റോഡരികിലെ 200-ലധികം വീടുകളിലെ ജീവിതം ദുസ്സഹമായി മാറി. ജനലും വാതിലും അടച്ചിട്ടാലും ഭക്ഷണ സാധനങ്ങളിലും കുടിവെള്ളത്തിലും വരെ പൊടി നിറയുന്നു. കുട്ടികൾക്കും വൃദ്ധർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടിവരുന്നു. റോഡിൽ ഇളകിക്കിടക്കുന്ന മെറ്റലിലും കല്ലിലും കയറി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 12 ബൈക്ക് യാത്രികർ റോഡിൽ വീണ് പരിക്കേറ്റു. സ്കൂൾ തുറന്നാൽ കുട്ടികൾ നടന്നു പോകുമ്പോൾ പോലും തെന്നി വീഴുന്ന സാഹചര്യമാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 40 മുതൽ 60% വരെ നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചുവെന്ന് കരാർ കമ്പനി അധികൃതർ പറയുന്നു. ഒരു ലോഡ് മെറ്റലിന് 8,000 രൂപയായിരുന്നത് ഇപ്പോൾ 12,500 ടാറിന് ബാരലിന് 5,000 രൂപ വർദ്ധിച്ചു. ഈ നിരക്കിൽ പണി ചെയ്താൽ വലിയ നഷ്ടം വരുമെന്നും പരിഹാരമായി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നൽകി അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് കരാറുകാരന്റെ പ്രതിനിധി പറഞ്ഞു. ജൂൺ ആദ്യവാരം കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതിനു മുൻപ് ടാറിംഗ് പൂർത്തിയായില്ലെങ്കിൽ റോഡ് പൂർണ്ണമായി ചെളിക്കുണ്ടാകും. നിലവിൽ പലയിടത്തും കുണ്ടും കുഴിയും രൂപപ്പെട്ട് വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട്. ഈ റോഡിനെ ആശ്രയിച്ചാണ് നടത്തറ, പാണഞ്ചേരി, പുത്തൂർ പഞ്ചായത്തുകളിലെ 1,500-ലധികം കുടുംബങ്ങൾ യാത്ര ചെയ്യുന്നത്. 2 സ്കൂളുകളും പ്രാഥമികാരോഗ്യ കേന്ദ്രവും അങ്കണവാടികളും സഹകരണ സംഘങ്ങളും ആരാധനാലയങ്ങളും പ്രവർത്തിക്കുന്നു. റോഡ് തകർന്നാൽ പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെടും. പണി ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് ചേരുംകുഴി പ്രദേശത്തെ വ്യാപാരികൾ വായ് മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ചേരുംകുഴി യൂണിറ്റ് പ്രസിഡന്റ് ജോയ് ആനിക്കാട്ട്, സെക്രട്ടറി ടോമി മുതുകാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഈ വഴിയോരം തൊട്ട് അങ്ങ് ആശാരിക്കാട്, ചേരുംകുഴി, മുരിക്കുംപാറ, ചാലാമ്പാടം വഴിയുള്ള വഴിയോര പ്രദേശങ്ങളിലെ വീടുകളും കടകളും കമ്പോളങ്ങളും എല്ലാം പൊടിമണ്ണിൽ വ്യാപൃതമായിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ആരോടും ചോദിച്ചിട്ടും ആർക്കും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആര് ചെയ്തു, ആര് പ്രവർത്തിക്കണോ എന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ല. അതിനെതിരെ ചേരുംകുഴി വ്യാപാരി വ്യവസായ യൂണിറ്റിൻ്റെ പ്രതിഷേധ പ്രകടനവും ഇവിടുത്തെയുള്ള ടാക്സി ഓട്ടോ യൂണിയൻ്റെ പ്രതിഷേധം കൂടി ഞങ്ങൾ നടത്തുകയാണ്. ഈ സമരത്തിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരു ചെറിയൊരു പ്രതിഷേധമാണ് ഇവിടെ വാമൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. അതിനെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടി നന്ദി പറയുകയാണ്. അവർക്ക് തോന്നുമ്പോൾ കൊണ്ട് കുറച്ച് വെള്ളം ചിന്തിച്ച് പോവുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരവും കാണുന്നില്ല. പലരോടും ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറയണം. ഒരാൾ പറഞ്ഞ് ടാറില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽസിന് വില കൂടി. ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചേരുംകുഴിയെ പഴയൊരു ചേരുംകുഴിയിലേക്ക് വിടും എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇതൊരു പ്രതിഷേധ പ്രകടനം ഞങ്ങളിവിടെ കാഴ്ചവെക്കുകയാണ്. മണിയൻകിണർ, ഒളകര ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾ ഇനി കൃഷിയുടെ കരുത്തിലേക്ക്. ആദിവാസി മേഖലകളിൽ മഞ്ഞൾ വിപ്ലവം. പീച്ചി വന്യജീവി ഡിവിഷനിലെ പീച്ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ മണിയൻകിണർ, ഒളകര എന്നീ ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങളുടെ ഉപജീവനമാർഗം ശക്തിപ്പെടുത്താനും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുകയും ചെയ്യുന്നതിനുമാണ് സുവർണ വനം എന്ന പേരിൽ മഞ്ഞൾ കൃഷി പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ഉന്നതികളിലെ കുടുംബങ്ങൾക്ക് നാടൻ മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്തു. മണിയൻകിണർ ഉന്നതിയിൽ നടത്തിയ പരിപാടി പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് എം ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രാജേഷ് TN, വാണിയമ്പാറ 7ാം വാർഡ് മെമ്പർ സനിൽ വാണിയമ്പാറ, ഒളകര ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, മണിയൻകിണർ, ഒളകര ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ചെയർമാൻ MA വിജയൻ, K മാധവി, EDC സെക്രട്ടറിമാരായ
NA റിൻഡോ, വി സുജിത്, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ EP പ്രതീഷ് എന്നിവർ സംസാരിച്ചു. ആരുടെ ഉള്ളിലാണ് ഉരുത്തിരിഞ്ഞ് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇതങ്ങനെ എവിടെയും കേൾക്കാത്ത ഒരു പദ്ധതിയാണ്. സുവർണഭൂമി എന്ന പദ്ധതി എന്ന ആ ഒരു പേര് തന്നെ മണ്ണിനെ പൊന്നാക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ മഞ്ഞളിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ വലിയ അധ്വാനമില്ലാതെ എന്നാൽ നല്ല നമ്മുടെ ഒരാൾക്കും ഈ മഞ്ഞളില്ലാണ്ട് ഒരു ആഹാര വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ആഹാരത്തിന് മാത്രമല്ല, വിഷമില്ലാത്തൊരു ആഹാര വസ്തു എന്ന് മാത്രമല്ല, ഔഷധങ്ങളുടെ രാജാവ് എന്ന് തന്നെ വേണമെങ്കിൽ മഞ്ഞളിനെ പറയാം. ഇപ്പൊ പൊതു ഇടങ്ങളിൽ ജാതി അധിക്ഷേപം നടത്തുന്നത് മാത്രമേ കുറ്റകരമാകൂ എന്ന സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നിയമ ഭേദഗതി കൊണ്ടുവരിക എന്ന മുദ്രാവാക്യം ഉയർത്തി PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CK ഗിരിജ, ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ, PK കൃഷ്ണൻകുട്ടി, PA ലജുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് KV ബാബു, NV സന്തോഷ്, AA ബിജു, KK അനിൽകുമാർ, PV മണി, KA ഉണ്ണികൃഷ്ണൻ, CG രഘുനാഥ്, ശാന്ത ശ്രീധരൻ, സുജാത സദാനന്ദൻ, ശശികല സുബ്രഹ്മണ്യൻ, ബിന്ദു കുമാരൻ, TK ചന്ദ്രൻ, കൃഷ്ണൻ തുപ്പത്ത്, ഷൈനി ഷാജി, PA ഉണ്ണികൃഷ്ണൻ, സതീഷ് ചന്ദ്രൻ, KA സഹദേവൻ എന്നിവർ നേതൃത്വം നൽകി. ആ നിലവിലുള്ള നിയമം അനുസരിച്ച് പട്ടികജാതി ജനവിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന സംരക്ഷണം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഈ നടപടിക്കെതിരാണ്, ഈ വിധിക്കെതിരാണ് ഈ സമരം. പട്ടികജാതി ജനവിഭാഗത്തെ അവർക്ക് നേരെ അധിക്ഷേപമുണ്ടായാൽ അവർ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമമാണ് ഇക്കാലഘട്ടം വരെ നിലവിലുണ്ടായിരുന്നതെങ്കിൽ അതിനെ അവരെ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് ദ്രോഹം. പൗരസ്ത്യ കൽദായ് സുറിയാനി സഭയുടെ പ്രസിദ്ധീകരിച്ച ഹുബേ ദ ആവേ എന്ന സോവനീറിന്റെ പ്രകാശനവും വിതരണോദ്ഘാടനവും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയൂസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. തൃശൂർ കാൽഡീൻ സെന്ററിൽ സഭാ മേലധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. ചേതന മ്യൂസിക് ആൻഡ് സ്റ്റുഡിയോസ് ഡയറക്ടർ ഫാദർ തോമസ് ചക്കാലമറ്റത്ത്, തൃശൂർ എബനേസർ മാർത്തോമ പള്ളി വികാരി ഫാദർ സാജു ചാക്കോ എന്നിവർ ഏറ്റുവാങ്ങി. സുവനീർ കമ്മിറ്റി ചെയർമാൻ ഫാദർ KR ഈനാശു സ്വാഗതം അറിയിച്ചു. ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് TT ഡേവി സുവനീർ അവലോകനം ചെയ്ത് സംസാരിച്ചു. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ട്രസ്റ്റി ബോർഡ് മെമ്പർ PA വില്യംസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ജനറൽ കൺവീനർ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ നന്ദി അറിയിച്ചു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ,
ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ മാതാ അമൃതാനന്ദമയി ജൂൺ 3-4 തീയതികളിൽ തൃശൂരിൽ എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ജൂൺ 3-4 തീയതികളിൽ രാവിലെ 11 മണി മുതൽ മാതാ അമൃതാനന്ദമയിയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജനാധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. ഭക്തർക്ക് അതിനുശേഷം ദർശനം അനുവദിക്കും. വാർത്താ സമ്മേളനത്തിൽ ബ്രഹ്മചാരി അമേഘാമൃത ചൈതന്യ, KV സദാനന്ദൻ, ചന്ദ്രൻ പെരുമുടിയൂർ, ശബരിദാസൻ, ND ഡിവിജ് എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ പുസ്തക വിതരണം സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് മണിയൻകിണർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായന സംസ്കാരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്ഷരോന്നതി പദ്ധതി നടപ്പിലാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കായി ഉന്നതകളിലും പഠനമുറികളിലും ഹോസ്റ്റലുകളിലും വായനാ സൗകര്യങ്ങളുടെയും പുസ്തകങ്ങളുടെയും ലഭ്യതക്കുറവ് പരിഹരിക്കാനും വായനാശീലം വളർത്താനുമാണ് അക്ഷരോന്നതി സംഘടിപ്പിക്കുന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പാണഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ PR സനിൽ, സാവിത്രി സദാനന്ദൻ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഇൻചാർജ് S അരുൺ, ട്രൈബൽ ഓഫീസർ പ്രദീപ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PR ലൌലി, തൃശൂർ തഹസിൽദാർ സന്ധ്യ, മണിയൻകിണർ ഊരുമൂപ്പൻ കുട്ടൻ, RGSA പ്രോജക്ട് മാനേജർ ശ്രുതി S ശിവൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ, വിവിധ ബ്ലോക്കുകളിലെ RGSA കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. പഠനോത്സവത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ താമരവെള്ളച്ചാൽ ഉന്നതിയിലെ സാമൂഹ്യ പഠനമുറി സന്ദർശിച്ചു. മാരാത്തുകുന്ന് പഴയ കരിങ്കൽ ക്വാറി കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയെ തിരിച്ചറിഞ്ഞു. മാരാത്തുകുന്ന് സ്വദേശി മാരാത്ത് വീട്ടിൽ രാമദാസിന്റെ ഭാര്യ സുമതിയാണ് മരണപ്പെട്ടത്. 48 വയസ്സായിരുന്നു. ക്വാറിയുടെ പരിസരത്താണ് ഇവർ താമസിക്കുന്നത്. ഇന്നലെ രാവിലെ സ്വന്തം വീട്ടിൽ തുണി കഴുകുന്നത് കണ്ടതായി അയൽവാസികൾ പറഞ്ഞു. ഇതിനുശേഷമാണ് ക്വാറി കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി മൃതദേഹം പുറത്തെടുത്തു. പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടി ആരംഭിച്ചു. വടക്കാഞ്ചേരിയിലെ തലപ്പള്ളി മോഡൽ കരിയർ സെന്റർ ആൻഡ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മോഡൽ കരിയർ സെന്ററിൽ മെയ് 30-ന് 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രയുക്തി ജോബ് ഫെയർ നടക്കുന്നു. സീനിയർ ബ്രാഞ്ച് മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, യൂണിറ്റ് മാനേജർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, വെബ് ഡെവലപ്പർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ, ആങ്കർ ജൂനിയർ, ടെലികോളർ തുടങ്ങിയ തസ്തികകളിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 200ഓളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്, +2, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഓഫീസ് ബിൽഡിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന മോഡൽ കരിയർ സെന്ററിൽ ഹാജരാവുക. ഓൺ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9605808314 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി,
ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ഓപ്പറേഷൻ സുദർശന. കുടുംബ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രധാന പ്രതിയെ എയർപോർട്ടിൽ നിന്ന് പിടികൂടി. മറ്റ് 3 പ്രതികൾ റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രധാന പ്രതി വഞ്ചിപ്പുര സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ ശരത്തിനെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികളായ കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശി മിഥുൻ, പുളിക്കൽ വീട്ടിൽ മുകേഷ്, വഞ്ചിപ്പുര സ്വദേശി ഹരി എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. നിരവധി ലഹരി കേസുകളിലെ പ്രതിക്കെതിരെ പിച്ച് NDPS ചുമത്തി സിറ്റി പോലീസ്. തൃശൂർ ചിയ്യാരം സ്വദേശി ചെമ്പകുപ്പള്ളി വീട്ടിൽ രാഹുലിനെയാണ് തൃശൂർ സിറ്റി പോലീസ് പിറ്റി NDPS ചുമത്തി ജയിലിലടച്ചത്. 2019, 23, 25, 26 വർഷങ്ങളിൽ NDPS കേസുകൾ പരിഗണിച്ചാണ് പിച്ച് NDPS ചുമത്തിയത്. മണ്ണുത്തി, പുതുക്കാട്, ചേർപ്പ് പോലീസ് സ്റ്റേഷനുകളിൽ 7ഓളം ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. തൃപ്രയാറിൽ വെച്ച് രാഹുൽ ഉൾപ്പെടെ 5 പ്രതികളെ MDMAയും കഞ്ചാവുമായി വലപ്പാട് പോലീസ് പിടികൂടിയിരുന്നു. അനാരോഗ്യ കാരണങ്ങളാൽ ചികിത്സയ്ക്കായി കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. ചേർപ്പ് സ്റ്റേഷനിലെ എക്സ്പ്ലോസീവ് ആക്ട് കേസിൽ പ്രതിയായി. ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് 1 വർഷത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. മണലിത്ര തൊണ്ടിക്കാട്ടിൽ രാമകൃഷ്ണൻ നായർ ഭാര്യ മീനാക്ഷിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. മണികണ്ഠൻ, ഗീത, ലളിത, സുനിത, ജയരാമൻ, സായ്കുമാർ എന്നിവർ മക്കളും. രഘു, ബാലാജി, ജയരാജൻ, വിജയലക്ഷ്മി, അനിത, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാസപ്പടി കേസിന്റെ പേരിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഇടതുപക്ഷത്തെയും കേന്ദ്ര ഏജൻസിയായ ED ഉപയോഗിച്ച് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് LDF തൃശൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുനർനിർമ്മാണത്തിനായി ടാർ റോഡ് പൊളിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം പാതി വഴിയിൽ. സമീപത്തെ ജനജീവിതം ദുസ്സഹം. പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്ത്. മണിയൻകിണർ, ഒളകര ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾ ഇനി കൃഷിയുടെ കരുത്തിലേക്ക്. പൗരസ്ത്യ കൽതായി സുറിയാനി സഭയുടെ പ്രസിദ്ധീകരിച്ച ഹുബേദ് ആവ എന്ന സുവനീറിന്റെ പ്രകാശനവും വിതരണോദ്ഘാടനവും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയൂസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.